ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വന്യ റമ്പാച്ചൻ, ബഹുവന്യരായ വൈദിക ശ്രേഷ്ഠരെ, ശമ്മാശൻ, അനുഗ്രഹീത ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാനും കർത്താവിൻ്റെ പങ്കപ്പാടുകളിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കുവാനും പരിപൂർണമായ ഒരു ആത്മസമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്കും തമ്പുരാൻ നമ്മെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിലെ നമ്മുടെ ഗീതങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ ഒക്കെ നാം ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവ് ഏറ്റതായ വേദനകളും യാതനകളും പങ്കപ്പാടുകളുമാണ്. എന്നാൽ കർത്താവ് അത് സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടത്തോടെ അതിനെയൊക്കെ സ്വീകരിച്ചപ്പോൾ കർത്താവിന് അത് ഒരു വേദനയായിരുന്നില്ല, ഒരു യാതനയായിരുന്നില്ല. എന്നാൽ മറിച്ച് കർത്താവിൻ്റെ ശരീരത്തിലേറ്റ മുറിപ്പാടുകളേക്കാൾ, കർത്താവിൻ്റെ ശരീരത്തിലേറ്റ വേദനകളേക്കാൾ വലിയ വേദനയും മുറിപ്പാടും സമ്മാനിച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് വളരെ വേദനയോടെ പറയുകയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന താൻ ഈ ലോകത്തും വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള തൻ്റെ യാതനകളും പങ്കപ്പാടുകളും ഏൽക്കുന്നതിന് മുമ്പുള്ള തൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ച് പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. കർത്താവ് പ്രത്യേകം വേദനയോടെ പറയുന്ന രണ്ട് പ്രസ്താവനകളാണ്. ഒന്ന്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. രണ്ട്, അവൻ നാശയോഗ്യനാണ്. ആരാണ് ഈ മനുഷ്യൻ എന്ന് നമുക്കറിയാം. കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് പകൽ സമയത്ത് തൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് പ്രത്യേകം വിളിച്ച് വേർതിരിച്ച 12 അപ്പോസ്തോലന്മാരിൽ ഒരുവനായ യൂദ, അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് പറയുന്നു. നാശയോഗ്യൻ എന്നുള്ള ആ പ്രസ്താവനയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. എന്നാൽ കുറച്ചുകൂടെ വിശദമായി പരിശുദ്ധനായ പത്രോസ്ലീഹ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. മനുഷ്യൻ്റെ ജീവിത അന്ത്യത്തിൽ അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് പത്രോസ്ലീഹ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഴയ നിയമ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ദൈവത്താൽ അയക്കപ്പെട്ട നിയോഗിതനായ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നു, അവർ ഒരു അടയാളമായി തീർന്നുവെന്ന്. അതാരെക്കുറിച്ചാകുന്നു എന്ന് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ 16-ാം അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ആ സംഭവം വിവരിക്കുന്നുണ്ട്. 29-ാം വാക്യത്തിൽ പറയുന്നു, മോശ പ്രാർത്ഥിക്കുകയാണ്, സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കും. മരുഭൂപ്രയാണകാലത്ത് ദൈവത്താൽ അയക്കപ്പെട്ട മോശയ്ക്കും അഹ്റോനുമൊക്കെ വിരുദ്ധമായി നിന്നുകൊണ്ട് എതിരായി നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കോരഹ്, ദാഥാൻ, അബീരാം തുടങ്ങിയവരുടെ
ജീവിത അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറുതലിച്ച് നിന്നവർ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഭൂമി പിളർന്ന് അതിലേക്ക് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ വിഴുങ്ങുകയാണ്. ഇത് ഒരു അപൂർവ കാര്യമാണ് എന്നും അതേ 26 സംഖ്യാപുസ്തകം 26 അധ്യായത്തിൽ ഇതൊരടയാളമായി തീർന്നു എന്നും വിവരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഈ സംഭവം അമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, യൂദായുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. സാധാരണ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ കെട്ടിഞ്ഞാന്ന് ചാകുമ്പോൾ ആ കയറിൽ കുടുങ്ങി അവൻ്റെ ജീവിതം നിലയ്ക്കുന്നതാണ്. എന്നാൽ അവൻ്റെ കയറ് അവന് പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ്. അവൻ്റെ കയർ പൊട്ടി അവൻ തലകീഴായി വീണ് അവൻ്റെ കുടലെല്ലാം തെറിച്ചു പോകുന്ന ദാരുണമായ ഒരന്ത്യം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്നത് പോലെ അല്ല. ഇതൊരു അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഓർക്കുന്നതിനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അടയാളപ്പെടുത്തുന്നത്. യൂദ അതേ ഇന്നും ഒരടയാളമായി മാറുകയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനതയ്ക്ക് കോരഹ്, ദാഥാൻ, അബീരാൻ തുടങ്ങിയവർ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇവിടെ യൂദ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് യൂദ നൽകുന്ന അടയാളങ്ങൾ എന്നുള്ളത് നമ്മുടെ ധ്യാന വിഷയം. അതെ, ഇവിടെ യൂദായെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സഖറിയ പുരോഹിതനോട് മാലാഖ വന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. യോഹന്നാൻ മാബ്ദാനായുടെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും എന്ന് ദൈവത്തിൻ്റെ മാലാഖ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതവുമായി ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ജനിച്ചതിൽ സന്തോഷിക്കുന്നവരുണ്ടോ? നമ്മൾ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നവരുണ്ടോ? ഉണ്ടാകണം. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചതിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും കണ്ട് സന്തോഷിക്കുവാൻ അനേകരുണ്ടാവുകയും നമ്മുടെ മരണത്തിൽ ദുഃഖിക്കുവാനും കരയുവാനും അനേകരുണ്ടാകുകയും ചെയ്താൽ കർത്താവ് പറയും, ഇവൻ ജനിച്ചത് നന്നായി. യൂദയെക്കുറിച്ച് പറയുന്നു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. നമ്മളെക്കുറിച്ച് അങ്ങനെ ഈ സമൂഹം വിധി എഴുതുമോ എന്ന് ഓരോ നാളും ചിന്തിക്കുവാൻ നമുക്കിടയാകണം. നമ്മൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ജീവിക്കുന്നതിൽ അത് ജീവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ മരിക്കുന്നതിൽ സന്തോഷിക്കുന്നതുമായ അവസ്ഥ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത് എന്ന് ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചതും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതും നന്നായിരിക്കുന്നു, നന്നായി എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനം, നമ്മുടെ പ്രാർത്ഥന അത് പുതിയൊരു സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനിടയാകട്ടെ. ഇവിടെ പറയുന്നു, അത് യൂദ ഒരു അടയാളമായി തീരുകയാണ്. യൂദ അടയാളമായി തീർന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നൽകുന്ന സന്ദേശം ഇതാണ്: പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജീവിച്ച ഒരു മനുഷ്യനാണ് യൂദ. അതുകൊണ്ട് അദ്ദേഹം നമുക്ക് പല ഓർമ്മപ്പെടുത്തലുകളും നൽകുന്ന ഇതാണ്: പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജീവിച്ചാൽ നാശയോഗ്യനെന്നും ജീവിതാവസാനം ദുരിതമായിത്തീരും എന്നും ഉള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരടയാളമാണ് യൂദായുടെ ജീവിതത്തിലൂടെ നൽകുന്നത്. യൂദ എന്ന പേരിൻ്റെ അർത്ഥം പല അർത്ഥതലങ്ങളുണ്ട്. പ്രൈസ്, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് പുകഴ്ച അർപ്പിക്കുന്നവൻ
ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം ഉദ്ദേശിച്ചാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ പേരിടുവാൻ കാരണം എന്നുള്ളത് ആ പേര് മൂലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഒരു യൗവനക്കാരൻ ആയി ജീവിക്കുന്നത് വരെ ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ദൈവത്തിന് സ്തുതിയും ദൈവത്തിന് പുകഴ്ചയുമൊക്കെ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചവനായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. കാരണം കർത്താവ് അപ്പോസ്തോല പദവിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വേർതിരിക്കുവാൻ ഒരു കാരണം തന്നെ ഒരു പക്ഷേ ആ പേര് അന്വർത്ഥമാകത്തക്ക തരത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അപ്പോസ്തോല പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തോല വൃന്ദത്തിൻ്റെ ട്രഷററായി പണം സൂക്ഷിപ്പുകാരനായി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവത്തിൽ നിന്ന്, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് പണത്തിൻ്റേതായ വലിപ്പം കണ്ട് ധനത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം അതെ തൻ്റെ കാലിൽ പൂശുന്ന തൈലത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ധനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുമ്പോൾ ഗുരുവിനേക്കാൾ 100 മടങ്ങ് വില അദ്ദേഹം അതെ ആ സുഗന്ധ തൈലത്തിന് വില കൽപ്പിക്കുകയാണ്. ദൈവത്തെക്കാൾ 10 മടങ്ങ് വില ധനത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായി ശ്രമിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതം ഒരു അടയാളമായി, ഒരു ദുരന്തമായി, ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി എന്നും സമൂഹത്തിൽ നിൽക്കും എന്ന് യൂദായുടെ ജീവിതം നമ്മെ സാക്ഷിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും പീഡാനുഭവവാരത്തിൽ നമ്മൾ ഒരുപാട് ഭക്തിയുടെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വരുന്നുവെങ്കിലും അത് കഴിയുമ്പോൾ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ ചിന്തകളുമായി നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം ദുരിതപൂർണവും ദുരന്തപൂർണവുമായി മാറി സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലുകളായി അടയാളമായി മാറുന്ന സാഹചര്യം അതുണ്ടാകുവാൻ ഇടയാകാതിരിപ്പാൻ തക്കവണ്ണം ഇതുവരെ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കർത്താവ് യൂദയെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. നമ്മൾ കണ്ടത് മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ജീവിച്ചവനാണ്. ഇവിടെ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായും അദ്ദേഹം ജീവിക്കുകയാണ്. ഒരു അപ്പോസ്തോലൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐക്യപ്പെട്ടവനെന്നാണ്. കർത്താവിൻ്റെ കൈവപ്പ് അധികാരം സ്വീകരിച്ച് സമൂഹത്തിൽ സൗഖ്യവും സ്വാന്തന വചനങ്ങളും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഐക്യപ്പെട്ടവൻ എന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പരിശുദ്ധനായ പത്രോസ് ലീഹ പറയുകയാണ്, യൂദ താൻ അർഹിക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. താൻ അർഹിക്കുന്ന സ്ഥലത്തേക്ക് അയക്കപ്പെടുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അയക്കപ്പെടേണ്ടവൻ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തുതിയും ദൈവത്തിന് മഹത്വവും ദൈവത്തിന് പ്രധാന സ്ഥാനവും കൊടുക്കാതെ അവൻ ധനത്തിനും ലോകചിന്തകൾക്കും ഒക്കെ അധീനപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഓർക്കുക, അവൻ മറ്റൊരു സ്ഥലത്തേക്ക്, താൻ അർഹിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഞാനും നിങ്ങളുമൊക്കെ ദൈവം അർഹിക്കുന്ന സ്ഥലത്തേക്ക് പോകുമോ അതോ നമ്മൾ അർഹിക്കുന്ന നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള സ്ഥലത്തേക്ക് പോകുമോ എന്നുള്ളത് അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവുമാണ്. അതുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ 12 ഗോത്രങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന്
ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്നവരായ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് താൻ അർഹിക്കുന്ന സ്ഥലത്തേക്ക് ശരിയായ ഒരു മരണം പോലും ലഭിക്കാതെ അതേ യൂദ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത അന്ത്യം പോലും നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം പരിപാവനമായി ഭക്തിപൂർവമായി കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ യൂദയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു അപ്പോസ്തോലനാണ്. 2, അദ്ദേഹം ഒരു വിശ്വസ്തനായിരുന്നു കർത്താവിൻ്റെ. കാരണം പണസഞ്ചി വിശ്വസിച്ച് അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വിശ്വസ്തനായി ജീവിക്കേണ്ട മനുഷ്യൻ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലാണ് പറയുന്നത്, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു കൊണ്ടും അവൻ അതിൽ നിന്ന് എടുത്തു വന്നിരുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് അവൻ ഈ തൈലത്തെക്കുറിച്ച് അവന് 300 വെള്ളിക്കാശിന് വിറ്റുകൂടായോ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടായോ എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാൻ തന്നെ 13-ാം അധ്യായം 29-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ കയ്യിൽ നഭകണ്ണം വാങ്ങി അതേ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം യൂദ പുറപ്പെടുമ്പോൾ അവൻ സാധനം വാങ്ങാൻ പോയി എന്ന് മറ്റുള്ളവർ ചിന്തിക്കുകയാണ്. അപ്പോൾ കയ്യിൽ ധനം സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനും കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നതിനും തക്കവണ്ണം കർത്താവിൻ്റെ വിശ്വസ്തനായി ജീവിച്ച ജീവിതം തുടങ്ങിയ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന യൂദ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി, ആ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായി ജീവിക്കുമ്പോൾ അവൻ സമൂഹത്തിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി, ഒരു ദാരുണമായ ജീവിതത്തിൻ്റെ അന്ത്യം കൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കാനുള്ളത്, നമ്മെക്കുറിച്ചും ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ചില പ്രതീക്ഷകളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഇടവകയുടെയും നമ്മുടെ സഭയുടെയും ഒക്കെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരുവാനും പ്രതീക്ഷകൾക്കനുസരിച്ച് നല്ലൊരു ജീവിതം കരുപ്പിടിപ്പിക്കുവാനും നാം ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമായി മാറും, അർത്ഥശൂന്യമായി മാറും, അതൊരു ദുരന്തമായി മാറും. നല്ല ഒരു ശരിയായ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22 മുതലുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഗോത്രപിതാവായ ഇസഹാക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6ഉം 8ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അബ്രഹാം മോറിയ മലയിൽ ബലിയർപ്പിക്കുവാനായി ഇസഹാക്കുമായി പോകുമ്പോൾ അവിടെ പറയുന്നു, ഇരുവരും ചേർന്ന് നടന്നു വന്നാണ്. തീയും കത്തിയും അബ്രഹാം പിടിച്ചു. അപകടകരമായ കാര്യങ്ങളൊക്കെ ബാലനായ ഇസഹാക്കിനെ ഏൽപ്പിക്കാതെ അവനെ ദഹിപ്പിക്കുവാനുള്ള വിറക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ആ ഭാരമേറിയ ചുമടുമായി അവൻ മല കയറുകയാണ്. പക്ഷേ ഈ മല കയറുമ്പോഴും അവരിരുവരും ചേർന്ന് നടന്നുവെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവതലമുറയും പലപ്പോഴും മാതാപിതാക്കളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ദുരന്തമായി മാറുന്നതിൻ്റെ കാരണം മാതാപിതാക്കൾ മക്കളെ ചേർത്ത് നിർത്താത്തതും മാതാപിതാക്കൾ മക്കളോട് ചേർന്ന് നടക്കാത്തതുമാണ് കാരണമെന്നുള്ളതാണ്. ഇസഹാക്ക് അവിടെ മല കയറുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പാ തീയും വിറകും ഒക്കെ ഉണ്ട്, യാഗവസ്തു എവിടെ? അപ്പോൾ ബാലനായ ഇസഹാക്കിന് അറിയാം യാഗം അർപ്പിക്കുമ്പോൾ എന്തൊക്കെ വേണം, എങ്ങനെ ആയിരിക്കണം. ഇത് തൻ്റെ ബാല്യം മുതൽ, തൻ്റെ കുഞ്ഞുനാൾ മുതൽ അദ്ദേഹം കണ്ട് പഠിക്കുന്നതാണ്. കാരണം അപ്പനോട് ചേർന്ന് നിന്ന് ആരാധിക്കുന്ന ഇസഹാക്ക്. പ്രിയപ്പെട്ടവരെ, മക്കളെ ചേർത്ത് നിർത്താൻ കഴിയണം ബാല്യം മുതൽ.
നമുക്ക് ജോലി തിരക്കുണ്ടാകും, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. പക്ഷേ സമയം കണ്ടെത്തി ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ അവർ വലിയ ദുരന്തങ്ങളായും വേദന സമ്മാനിക്കുന്നവരായും മാറും എന്ന് നമ്മൾ ഓർക്കണം. ബാല്യത്തിൽ അപ്പനോട് ചേർന്ന് നടന്ന് ഈ ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 63 വാക്യത്തിൽ തൻ്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, അവൻ വൈകുന്നേരത്ത് ധ്യാനിപ്പാനായി വെളിംപ്രദേശത്ത് പോയിരുന്നു വന്നു. യൗവന കാലഘട്ടത്തിൽ അദ്ദേഹം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയാണ്. ഇപ്പൊ പ്രത്യേകമായൊരു സാഹചര്യമുണ്ട്. അപ്പം പറഞ്ഞു, മോനെ, നമ്മുടെ ഈ ദേശത്ത് നിന്ന്, അന്യനാട്ടിൽ നിന്ന് ഒന്നും നിനക്ക് ജീവിത പങ്കാളിയെ എടുക്കരുത്. നമ്മുടെ പൂർവികരുടെ പിതാക്കന്മാരുടെ നാട്ടിൽ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്തണം. അതിന് തൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ ഏലിയാസറിനെ തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ തക്കവണ്ണം പോയിരിക്കുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസഹാക്കിന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇസഹാക്ക് തക്കതായ ഒരു തുണയെ കിട്ടുവാൻ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പൻ്റെ വാക്ക് കേട്ട്, മകനെ, നമ്മുടെ വിശ്വാസത്തിന് വിപരീതമായി ഇതര മതസ്ഥരിൽ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്തരുത് എന്നുള്ള വാക്ക് യൗവനത്തിൽ അനുസരിക്കുന്ന ഇസഹാക്ക് തനിക്ക് തക്കതായ ഒരു തുണയെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഇരിക്കുന്ന ഇസഹാക്ക്. പിന്നീട് നമ്മൾ കാണുന്നു, അത് റിബേക്കായുമായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി 24:67 പറയുന്നു, തനിക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി, ഒരു തക്ക തുണയെ കണ്ടെത്തിയിട്ട് അതേ കാര്യസ്ഥൻ കടന്നു വരുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുമായി ആദ്യം പോകുന്നത് തൻ്റെ അമ്മയുടെ ശവകുടീരത്തിലേക്കാണ്. ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അമ്മയുടെ ശവകുടീരത്തിലേക്കാണ്. അവിടെ പറയുന്നു, അവിടെ അവൻ്റെ ദുഃഖം റിബേക്കയോടുകൂടെ ചേർന്ന് അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കടന്നു വരുമ്പോൾ അമ്മയുടെ വിരഹത്തിൻ്റെ ദുഃഖം, അമ്മയുടെ വേർപാടിൻ്റെ ദുഃഖം തീർന്നു പോവുകയാണ്. ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ, തക്ക തുണയെ കിട്ടിയപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 18 വാക്യത്തിൽ യഹോവയായ ദൈവം ആദമിന് കൊടുക്കുന്നത് അവിടെ പറയുന്നത് തക്ക ഇണ എന്നല്ല, തക്ക തുണയെന്നാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ടീനേജിലേക്ക് കടക്കുമ്പോൾ അന്ന് മുതൽ അവർ ഒരു തുണയെയല്ല, ഇണയെ കണ്ടെത്തുവാനുള്ള വ്യഗ്രതയും നോട്ടവുമാണ്. ഇതര മതസ്ഥരിൽ നിന്ന്, ഇതര വിശ്വാസത്തിൽ നിന്നും ഒക്കെ ഇണയെ കണ്ടെത്തി ജീവിക്കുമ്പോൾ നാളുകൾ കഴിയുമ്പോൾ ആ ബന്ധങ്ങൾ അറ്റുപോകുകയാണ്. അവിടെയാണ് ഇസഹാക്ക് ഒരു നല്ല ഓർമ്മപ്പെടുത്തലായി, ഒരു നല്ല അടയാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ബാല്യത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് നടന്ന് അവരിൽ നിന്ന് നന്മകൾ കണ്ടെത്താനും അവരുടെ നല്ല ജീവിതം പകർത്താനും അവരുടെ വിശ്വാസം അനുകരിപ്പാനും കഴിയണം. യൗവനത്തിൽ മാതാപിതാക്കളുടെ വാക്കനുസരിച്ച് ജീവിക്കണം. തക്കതായ തുണയെ കണ്ടെത്തി അതേ മാതൃകാപരമായി ജീവിക്കണം. അതാണ് അദ്ദേഹം അങ്ങനെ മാതാപിതാക്കളുടെ വാക്കുകളും ദൈവത്തിൻ്റെ ഹിതവും അനുസരിച്ച് ജീവിച്ച ഈ ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ താൻ ആയിരിക്കുന്ന നാട്ടിൽ, ഫെലിസ്ത്യ ദേശത്തിൽ, അവിടുത്തെ രാജാവ് അബീമേലെക്ക് അദ്ദേഹത്തോട് വന്ന് പറയുന്നതായ വാക്യമാണ് 26 അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ. 29 വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു.
നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. കാരണം അദ്ദേഹം പറയാൻ, ഒരു അന്യജാതിക്കാരനായ രാജാവ് പറയാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കൃഷി ചെയ്യുന്നതെല്ലാം 100 മേനി വിളയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആടുമാടുകൾ വർദ്ധിച്ചു പെരുകുകയാണ്. അദ്ദേഹം എവിടെ കിണറുകൾ കുഴിച്ചാലും, അതേ ജലദൗർലഭ്യമുള്ള നാട്ടിൽ അവിടെ അദ്ദേഹം എവിടെ കിണറുകൾ കുഴിച്ചാലും ജലം ലഭിക്കുകയാണ്. ഏത് പ്രവൃത്തി ചെയ്താലും ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവവും ഒരു സമൃദ്ധിയുടെ അനുഭവവും ഒരു സന്തോഷത്തിൻ്റെ അനുഭവവും അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഒരു കഷ്ടപ്പാടുകളും ഒരു വേദനകളും ഒരു കണ്ണുനീരിൻ്റെ സാഹചര്യവും ഇല്ലാതെ ഇസഹാക്ക് ജീവിക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെയും മാതാപിതാക്കളുടെയും ഒക്കെ ഹിതത്തിനനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ കുടുംബജീവിതത്തിലും നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്ന് വെറും കാപഢ്യത്തിൻ്റേതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ. ഞാൻ ഒരിടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ ഇടവകയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദമ്പതിമാർ, അവർ 7 മണിക്കുള്ള ആരാധനയ്ക്ക് 6:45 ദേവാലയത്തിലെത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വളരെ സന്തോഷമാണ്. അങ്ങനെ ഇരിക്കെ അവർ വിദേശത്ത് നിന്ന് അവർ കടന്നു വന്ന് ഈ സഹോദരിക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചികിത്സയ്ക്കും മറ്റുമായി കടന്നു വന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇണപ്രാവുകളെപ്പോലെ ജീവിച്ച ഒരു ദമ്പതിമാർ. ഈ സഹോദരിയുടെ രോഗം മൂർച്ഛിച്ചു. ഞാനും ആ ദേവാലയത്തിൽ നിന്ന് മാറിപ്പോന്നെങ്കിലും ആ സഹോദരിയെ കാണാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പോയി. പക്ഷേ സഹോദരി മരിച്ചുപോയി. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഒരിക്കൽ ഞാൻ ആ ഇടവകയിൽ വീണ്ടും ഏതോ കാര്യത്തിന് ചെന്നപ്പോൾ അവിടുത്തെ വികാരി അച്ഛനുമായിട്ട് സംഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ന ആചായൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഭാര്യ മരിച്ചിട്ട് ഒരാഴ്ചക്കകം തന്നെ അവിടെ പുതിയ വീട്ടിൽ പെയിൻ്റൊക്കെ അടിച്ചതാണ്. പെയിൻറ്റ് കരി പിടിക്കുമെന്ന് പറഞ്ഞ് വിളക്ക് അണയ്ക്കണം, അതുകൊണ്ട് ധൂപം വെച്ച് വിരിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് വിരിയൊക്കെ അങ്ങെടുത്തു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. രണ്ടാമത് കുറേക്കാലം കഴിഞ്ഞ് ഒരു 6 മാസത്തിനകം വീണ്ടും ഞാൻ ചെന്നപ്പോൾ ഈ സഹോദരൻ, അദ്ദേഹത്തിന് എന്നോടും താല്പര്യം, എനിക്ക് അദ്ദേഹത്തോടും താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് എന്നെ കണ്ടു. വന്നപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 വർഷം തികയുന്നതിന് മുമ്പ് പുതിയ ഒരാളെ ജീവിത പങ്കാളിയായി കണ്ടെത്തി ജീവിതം തുടങ്ങി. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. വാർദ്ധക്യത്തോടടുക്കുമ്പോൾ ആരെങ്കിലും തുണയായി ഉണ്ടാകണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വികാരി അച്ഛനോട് പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ് എന്നെ സ്പർശിച്ചത്. അച്ഛാ, വീടിന് പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ, വിളക്കിലെ കരി വീടിൽ പിടിക്കും, അതുകൊണ്ട് എത്രയും വേഗം വിളക്ക് അണയ്ക്കണം. ചില സ്മരണകൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ കാണുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം വലിയ സ്നേഹവും കരുതലുമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നല്ല സ്മരണകൾ സമ്മാനിച്ചിട്ട് പോകുന്നവരെ നമുക്കാണ്ടിലെങ്കിലും ഒരിക്കൽ ഒന്നോർക്കാൻ, അവർക്ക് വേണ്ടി ധൂപമർപ്പിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ചിന്തിക്കണം. ഞാൻ ഒന്നാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് അത് പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നവൻ അവൻ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും, ഒരു ശാപമായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആവർത്തന പുസ്തകം
21 അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു മകനെ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 21 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതുക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ അതേ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇത് അല്പം കഠിനമായ ഒരു സന്ദേശമാണ്. ഞാൻ തിരുവചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആളല്ല. അങ്ങനെ ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുവാനും ഞാനാളല്ല. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് ഇത്രമാത്രമാണ്. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. അരുതാത്തത് പ്രവർത്തിക്കുന്നവനെ അവനെ തിരുത്തുവാനും അവൻ്റെ ദോഷം ഇല്ലാതാക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും നമുക്ക് കഴിയണം. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. തിരിച്ചു ചിന്തിക്കണം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണോ? ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തിയാണോ? ചിന്തിക്കണം. തിരുത്തേണ്ടത് തിരുത്തി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായി യൂദ നൽകുന്ന വലിയ ഓർമ്മപ്പെടുത്തൽ അടയാളം എന്തെന്ന് ചോദിച്ചാൽ, പവിത്രമായ ബന്ധങ്ങളും പദവികളും അലക്ഷ്യമാക്കിയ മനുഷ്യനാണ്. പവിത്രമായ ബന്ധങ്ങളും പദവികളും അലക്ഷ്യമാക്കിയ ഒരു മനുഷ്യനാണ് യൂദ. അദ്ദേഹത്തെ അപ്പോസ്തോല പദവിയിലേക്ക് വിളിച്ചുയർത്തി. വലിയ ഒരു പദവി അദ്ദേഹത്തിന് തമ്പുരാൻ കൊടുത്തു. ഓർമ്മപ്പെടുത്തിയല്ലോ, അയക്കപ്പെട്ടവൻ. പക്ഷേ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലെ വലിയ ദുരന്തം. ആ വലിയ പദവി അദ്ദേഹം അലക്ഷ്യമാക്കി. അദ്ദേഹത്തെ ശിഷ്യത്വ പദവിയിലേക്ക് വിളിച്ചു. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഗുരുവെന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടകറ്റുന്നവനെന്ന. ശിഷ്യനെന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരു ഏൽപ്പിക്കുന്നതനുസരിച്ചും പോയി സമൂഹത്തിൻ്റെയും മനുഷ്യ മനസ്സുകളുടെ ഇരുട്ടകറ്റേണ്ടവൻ. പക്ഷേ ഇരുട്ട് മാറ്റുവാൻ തക്കവണ്ണം, പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട വലിയ പദവിയുള്ള മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ തന്നെ ഇരുട്ട് കയറ്റിക്കൊണ്ട് ഇരുട്ടിന് അധീനമായി ജീവിക്കുകയും ഇരുട്ടിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ വന്നവനുമാണ്. മൂന്നാമത്, അദ്ദേഹം ചുംബനം എന്നുള്ള വലിയ ആ അനുഗ്രഹത്തെ അതിനെ അലക്ഷ്യമാക്കിയവനാണ്. ചുംബനം കൊടുക്കുന്നത്, ഒരു കുഞ്ഞിന് നമ്മൾ ചുംബനം കൊടുക്കുന്നത് പവിത്രമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ചുംബനം സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ കർത്താവിനെ യൂദ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ അലക്ഷ്യമാക്കിയ വലിയ പവിത്രമായ ഒരു ബന്ധമാണത്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ട്രഷറർ പദവിയിലേക്ക്, കാര്യസ്ഥ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവനാണ്. പക്ഷേ അത് അലക്ഷ്യമാക്കിക്കൊണ്ട പദവി കളഞ്ഞ് ഓടിയവനാണ്. കർത്താവ് വിളിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 50 വാക്യത്തിൽ കർത്താവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ കടന്നു വരുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നത്, സ്നേഹിത നീ വന്ന കാര്യമെന്ത്? കർത്താവ് വിളിക്കുന്നത് സ്നേഹിതൻ എന്നാണ്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം 14-15 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ഞാനിനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുകയാണ്. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുന്നതെല്ലാം നിങ്ങളോട് പറയുന്നത് കൊണ്ട് നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ കർത്താവ് ഇവിടെ യൂദയെ വിളിക്കുന്നത് സ്നേഹിതനെന്നാണ്. വലിയ ഒരു പവിത്രമായ ബന്ധവും പദവിയും അതും അലക്ഷ്യമാക്കിക്കൊണ്ട് ചുംബനം കൊണ്ട് അദ്ദേഹം കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഇത് ഇന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ മോശ പ്രാർത്ഥിച്ച് പറയുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് വിളിക്കുമ്പോൾ, മനുഷ്യപുത്രന്മാരെ തിരികെ വിളിക്കുമ്പോൾ പോകേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് കൊണ്ടാണ് തിരികെ വിളിക്കുന്നത്. ഒരാളെ അയച്ച ആളിനെയാണ് തിരികെ വിളിക്കുക എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. എവിടെ നിന്ന് വന്നു അവിടേക്ക് പോകാൻ. അപ്പം നമ്മളും അയക്കപ്പെട്ടവരാണ്. ഓർക്കുക, ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? ഞാനും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ സമൂഹത്തിന് വേദന സമ്മാനിക്കാനാണോ? നമ്മുടെ കർത്താവിന് വേദന സമ്മാനിക്കാനാണോ? ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയല്ലോ, ശാരീരിക പീഡകളെക്കാൾ ഏറ്റവും അധികം കർത്താവിനെ വേദനപ്പെടുത്തിയത് കർത്താവിനേറ്റ മനസ്സിൻ്റെ മുറിപ്പാടുകളാണ്. ചുംബനം കൊണ്ട് തൻ്റെ വിശ്വസ്തനായിരിക്കേണ്ട ശിഷ്യൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഓർക്കുക, നമ്മൾ എന്തിനാണ് ഇവിടേക്ക് അയക്കപ്പെട്ടത്? കർത്താവിന് വേദന സമ്മാനിക്കാനാണോ? ഇന്ന് നമ്മൾ കൊമ്പിട്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ ആഴ്ചകളിൽ കണ്ണുനീർ ധാരധാരയായി വരും, ഒരു സംശയമില്ല. കാരണം കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ യാതനകൾ നോക്കുമ്പോൾ. പക്ഷേ അന്ന് യഹൂദന്മാർ സമ്മാനിച്ച വേദനയേക്കാൾ വലിയ വേദന കർത്താവിൻ്റെ മനസ്സിന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ സമ്മാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുവാൻ, തിരിഞ്ഞു നോക്കുവാൻ നമുക്കിടയാകണം. നമ്മൾ വന്നതെന്തിനാ? ദുഃഖിപ്പിക്കാനാണ്? ദൈവത്തെയോ സമൂഹത്തെയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ജീവിത പങ്കാളിയെയോ ദുഃഖിപ്പിക്കാനാണോ? നമ്മൾ മൂലം ആരുടെയും സ്നേഹബന്ധത്തിന്, പവിത്രമായ ബന്ധങ്ങൾ കുലച്ചിൽ വരരുത്. നമ്മൾ മൂലം ഒരു മനസ്സും വേദനപ്പെടാനിടയാകരുത്. ഇത് ഈ പീഡാനുഭവവാരത്തിൽ നമ്മുടെ ആരാധന കൊണ്ട്, ധ്യാനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വരേണ്ട വ്യതിയാനം ഇതാണ്. എൻ്റെ ദൈവമേ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനസ്സും വേദനിക്കുവാൻ ഇടയാക്കുകയില്ല എന്നുള്ള തീരുമാനം. ദൈവം തമ്പുരാൻ പവിത്രമായ ഒരു ബന്ധത്തിലേക്ക് വിവാഹ ജീവിതത്തിലായിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കുന്നതാണ്. ആ പവിത്രമായ ബന്ധം പലപ്പോഴും നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ കാപഢ്യത്തിൻ്റെയും മുഖം മൂടിയുടെയും ആ അവസ്ഥയിലൂടെ പോകുകയല്ലേ. വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് നമസ്കാരമേശമേൽ മന്ത്രകോടിയിൽ മിന്നും 2 കുരിശ് ബന്ധിച്ച 2 സ്വർണ്ണമാലകളും 2 സ്വർണ്ണ മോതിരങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ച മിന്നുമൊക്കെ വെച്ചേക്കുകയാണ്. ഇത് ഏറ്റവും പാവപ്പെട്ടവൻ്റെയും ഏറ്റവും പണക്കാരൻ്റെയും എല്ലാം വിവാഹ കൂദാശയ്ക്ക് ഈ സ്വർണം കൊണ്ട് നിർമ്മിച്ചത് തന്നെയാണ്. പ്രൗഢി അനുസരിച്ചും പണമനുസരിച്ചും അതിൻ്റെ ഘനം കൂടുമെന്നുള്ള വ്യത്യാസം പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നിതാണ്.
സ്വർണമെന്ന് പറയുന്നത് എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ മൂല്യം കുറയുകയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 8 ഗ്രാമിന് ഏതാണ്ട് 50,000 രൂപയോളം വന്നേക്കുക. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ പ്രായമായവർക്കറിയാം, വെറും 800, 1000, 2000 രൂപ കടന്നതാണ് വന്നത്. കാലങ്ങൾ കഴിയുന്തോറും മൂല്യങ്ങൾ കൂടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മൂല്യവും അതുപോലെ തന്നെ ബന്ധങ്ങളും ഉറച്ചതായി മൂല്യച്യുതികളില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തടുത്താതെ, അത് അലക്ഷ്യമാക്കാതെ, ഒരു യൗവനക്കാരനായിരിക്കുമ്പോൾ മാതാപിതാക്കളും ജീവിത പങ്കാളിയുമായുള്ള അല്ലെങ്കിൽ തക്ക തുണയുമായുള്ള ബന്ധത്തിന് കോട്ടം തട്ടാതെ, പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളോടും ചെറുമക്കളോടുമുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ദൈവീകമായും പവിത്രമായും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിന് പലതും കണ്ടുപഠിക്കാൻ കഴിഞ്ഞു. നമ്മളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ചെറുപൈതങ്ങൾക്കും കണ്ടുപഠിക്കാൻ എന്തുണ്ട്? നോമ്പനുഷ്ഠാനം, ഉപവാസം, കുമ്പിടിയിൽ, പ്രാർത്ഥന, ഇതൊക്കെ എന്താണ് എന്ന് ഭവനങ്ങളിലും നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും അത് കണ്ട് പഠിച്ച് ദൈവവുമായും കുടുംബവുമായും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. 2 കാര്യങ്ങളാണ് യൂദാ നൽകുന്ന വലിയ അടയാളം, മുന്നറിയിപ്പുകൾ കണ്ടത്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ജീവിച്ചാൽ ജീവിതം ദുരന്തമായി മാറും. അത് വലിയ ഒരു മുന്നറിയിപ്പായി മാറും. പവിത്രമായ ബന്ധങ്ങളും അതുപോലെ തന്നെ പവിത്രമായ പദവികളും. നമുക്കൊരു വല്യപ്പച്ചൻ, വല്യമ്മച്ചി, പപ്പ, മമ്മി, ജ്യേഷ്ഠൻ, സഹോദരൻ, സഹോദരി, ഇതൊക്കെ ഓരോ ബന്ധങ്ങളാണ്. ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അലക്ഷ്യമാക്കാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. 3ാമത് യൂദാ നൽകുന്ന അടയാളം മുന്നറിയിപ്പുകളെ അവഗണിച്ചവനാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ ഈ മനുഷ്യൻ ജനിക്കാതിരുന്നത് നന്നായി എന്ന് സമൂഹവും കർത്താവും കുടുംബാംഗങ്ങളുമൊക്കെ പറയേണ്ടി വരും. യൂദായ്ക്ക് ചില മുന്നറിയിപ്പുകൾ തമ്പുരാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 70-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തല്ലോ, അതിൽ ഒരുത്തനൊരു പിശാചാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള 41-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ 17:12 പറയുന്നു, തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. വിശുദ്ധ യോഹന്നാൻ 13:21 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പം ഒരുത്തൻ നശിപ്പിക്കുവാനിരിക്കുന്നതെന്നും ഒരുത്തൻ കാണിച്ചു കൊടുക്കുമെന്നും ഒരുത്തനൊരു പിശാചാണെന്നും ഒരുത്തൻ ഗുരുവിന് നേരെ കുതികാൽ ഉയർത്തുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ഒക്കെ ഉള്ള ആ മുന്നറിയിപ്പുകൾ പറയുന്നത് കേട്ടിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്ന യൂദായാണ്. അവൻ്റെ ജീവിതത്തെ അവൻ നശിക്കാതിരുന്നെങ്കിൽ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഈ പറയുന്നത്. നാശയോഗ്യനായവൻ അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് പ്രിയപ്പെട്ടവരെ. തിരുവചനത്തിൽ ചില മുന്നറിയിപ്പുകൾ ഉണ്ട്. ഒന്ന്,
ആദ്യ പുസ്തകം തന്നെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, കയീനോട് യഹോവയാം ദൈവം കൽപ്പിക്കുക, നിന്റെ മുഖം പാടുന്നത് എന്തിനാ? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ ഇതാ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ കിടപ്പുണ്ട്, നീ അതിനെ കീഴടക്കണമെന്നുള്ള മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് കയീൻ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല്ലുകയാണ്. എന്താണ്? തൻ്റെ ഹൃദയത്തിൽ അസൂയ കൊണ്ട് തൻ്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കുകയാണ്. സഹോദരനുള്ള അസൂയ. ഈ കയീനോട് ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്ക് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുക, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും വാതുക്കൽ പാപം കിടപ്പുണ്ട്. അതിൻ്റെ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കയറാനാണ്. നമ്മളതിനെ കീഴടക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഒരു മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവൻ അതെ അടിച്ചുവാരി അലങ്കരിച്ച്, അവൻ്റെ ഭവനം അടിച്ചുവാരി അലങ്കരിച്ചതായി കണ്ട് പിശാച് കടന്നുപോയി. നീരില്ലാത്ത സ്ഥലത്ത് തണുപ്പന്വേഷിച്ച്, ഒരു വൈരുദ്ധ്യമാണ്, തണുപ്പന്വേഷിച്ച് പോകുക. പക്ഷേ വെള്ളമില്ലാത്തടത്ത് തണുപ്പന്വേഷിച്ച് പോയാൽ ലഭിക്കൽ. അവൻ തിരികെ വരുമ്പോൾ അടിച്ചുവാരി അലങ്കരിച്ച ഹൃദയവുമായി ജീവിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ പിശാച് കയറുകയാണ്. കാരണം അത് ശൂന്യമായിരുന്നു. നമുക്ക് കൃഷ്ണാനുഭാഷയിൽ ചില ഒരുക്കങ്ങളുണ്ട്, ഒരു അടിച്ചുവാരി അലങ്കരിച്ച അനുഭവമുണ്ട്, വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ടുണ്ട്, ഹൂസയ പ്രാപിച്ചിട്ടുണ്ട്, കുർബാന അനുഭവമുണ്ട്. പക്ഷേ ഉള്ളിൽ ദൈവാത്മാവ് കൊണ്ട് നിറഞ്ഞ അനുഭവമില്ലെങ്കിൽ വാതുക്കൽ കിടക്കുന്ന പാപം അതിന് കയറാനിടയുണ്ടായിട്ട് അത് കയറും. മുന്നറിയിപ്പ് അവഗണിക്കരുത്. പത്രോസ്ലീഹായോട് കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 34 വാക്യങ്ങളിൽ പറയും, 34 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. മരിക്കേണ്ടി വന്നാൽ, നിന്നോട് മരിക്കേണ്ടി വന്നാൽ ഞാൻ തള്ളിപ്പറയല്ല. പക്ഷേ ഒരു ബാല്യക്കാരത്തി വന്നു, തള്ളിപ്പറഞ്ഞു. പിന്നെ ഒരു ബാല്യക്കാരത്തി വന്നു, തള്ളിപ്പറഞ്ഞു. പിന്നെ കുറച്ച് പേർ കൂടുന്നവർ ചോദിച്ചു, തള്ളിപ്പറഞ്ഞു. കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കിയത്. പ്രിയപ്പെട്ടവരെ, വലിയ ആത്മവിശ്വാസത്തോടെ നിന്നവനാണ് പത്രോസ്. വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും തള്ളിപ്പറയല. മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തു, നീ ഇങ്ങനെ അകലം വിട്ട് നിന്ന നീ തള്ളിപ്പറയേണ്ടി വരും, നീ തെറ്റ് ചെയ്യേണ്ടി വരും. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഓവർ കോൺഫിഡൻസുമായിട്ട് ജീവിച്ചവൻ തള്ളിപ്പറയേണ്ടി വന്നു. പക്ഷേ അവൻ അനുതാപത്തോടെ കണ്ണുനീരൊഴുക്കിയപ്പോൾ ദൈവം അവനെ സ്വീകരിക്കുക. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതികളാൽ ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ട് വിവശനായിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദാനിയേൽ വിവരിച്ചു പറയുക. തനിക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത സ്വപ്നമാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ആകയാൽ നിനക്ക് ഈ ദുരിതങ്ങളും വരാതിരിപ്പാൻ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിക്കാം. നീതിയുള്ള ജീവിതം കൊണ്ട് പാപങ്ങളെ പരിഹരിക്കാനും ദാനധർമ്മങ്ങൾ കൊണ്ട് അകൃത്യങ്ങളെ പരിഹരിക്കാനും കഴിഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ മാറിക്കിട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അതേ ദുരന്തങ്ങൾ മാറിക്കിട്ടും. ദൈവം തമ്പുരാൻ തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ നീതി ചെയ്തും അഗതികളോട് കരുണ കാണിച്ചും ജീവിക്കണം. വേഗത്തിൽ ഒരടയാളം കൂടെ പറഞ്ഞു നിർത്തട്ടെ. വിമർശനം ശീലമാക്കിയാൽ
ജീവിതം ദുരന്തത്തിലേക്ക് പോകും ഒരു വലിയ അടയാളവും ഓർമ്മപ്പെടുത്തലുമാണ്. വിമർശനം മാത്രം സ്വഭാവം ആയി ജീവിക്കുന്ന മനുഷ്യന്, സ്വഭാവത്തിൽ വിമർശനമാണ് അവൻ്റെ പ്രധാന ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ജീവിതം ദുരന്തമായിരിക്കും. നമ്മൾ കണ്ടു, കർത്താവിൻ്റെ കാലിൽ തൈലം പൂശുമ്പോൾ അവിടെ വിമർശിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, ചിലർ അവിടെ കർത്താവിന് തൈലം പൂശിയപ്പോൾ അവിടെ തലയിൽ പൂശി എന്നാണ് അവിടെ വിവരിക്കുന്നത്. പൂശിയപ്പോൾ അവിടെ നിൽക്കുന്നവൻ ഫൽസിച്ചു എന്നാണ് പറയുന്നത്. ഇത്രമാത്രം വിമർശനം. അദ്ദേഹത്തിന് യൂദായ്ക്ക് പാപത്വങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല എന്ന് വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്ത എല്ലാ കാര്യങ്ങളും വിമർശിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പള്ളികളിൽ ചിലരുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ചിലരുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചിലരുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. എവിടെ നോക്കിയാലും ഒരു നല്ല അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ പറയാൻ കഴിയാതെ വിമർശനത്തിൻ്റെ വാക്കുകളുമായി ജീവിച്ചാൽ ജീവിതം നാടൻ ഭാഷ പറഞ്ഞ ഗുണം പിടിക്കുകയില്ല. ഒരു വീട്ടിലൊരു കല്യാണം വരുമ്പോൾ അന്ന് തുടങ്ങും സഹോദരങ്ങൾ തമ്മിൽ, അയൽവക്കങ്ങളും ബന്ധുക്കളും തമ്മിൽ സ്പർദ്ധ. വീട്ടിൽ വന്ന് വിളിക്കണം, അല്ലെ പുരുഷനെ വന്ന് വിളിച്ചുള്ളൂ, സ്ത്രീ കൂടെ വന്ന് വിളിച്ചാലേ സ്ത്രീകൾ വരൂ. ഒരു നല്ല കാര്യം വരുമ്പോൾ വിമർശനത്തിൻ്റെ കൂരമ്പകളുമായി ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം അനുഭവിക്കാനൊക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, വിമർശനം വേണം, ക്രിയാത്മകമായിരിക്കണം. വിമർശനത്തോടൊപ്പം അഭിനന്ദനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കൂ, സന്തോഷപൂർണ്ണമാകൂ. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അതിക്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയല്ലോ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ കോരഹ്, ദാഥാൻ, അബീരാം ഒരടയാളമായി. എന്താ? അവർ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായ മോശയ്ക്കും അഹറോനും വിരുദ്ധമായി, സഭയ്ക്കെതിരമായി, ദൈവഹിതത്തിനെതിരമായി വിമർശനങ്ങളുമായി ജീവിച്ചവനാണ്. ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാത്ത തരത്തിലുള്ള ദാരുണാന്ത്യമാണ് അവർ നേരിടുന്നത്. യൂദായും അതാണ് നേരിട്ടത്. 4 കാര്യങ്ങൾ യൂദാ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു അടയാളമാണ്. എന്തെന്ന് ചോദിച്ചാൽ, ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ, ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത് പോലെ, മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ, സമൂഹവും ദേശവും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിക്കാതെ അതിന് വിരുദ്ധമായി ജീവിച്ചാൽ ഒരു വലിയ ദുരന്തം, ഒരടയാളമായി ഞാനും നിങ്ങളും മാറേണ്ടി വരും. അതുകൊണ്ട് ദൈവഹിതവും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയെ ലക്ഷ്യമാക്കി അവരുടെ നല്ല ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കണം. 2, പവിത്രമായ ബന്ധങ്ങളും പദവികളും അലക്ഷ്യമാക്കിയാൽ ജീവിതം ദുരിതപൂർണമാകും, നാശയോഗ്യരായി മാറും. 3, മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ, ദൈവം നൽകുന്ന, മുതിർന്നവർ നൽകുന്ന, സഭാപിതാക്കന്മാർ നൽകുന്ന, ആത്മീയാചാര്യന്മാർ നൽകുന്ന, സമൂഹം നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് ജീവിതം നാശപൂർണമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 4, വിമർശനം മാത്രം ശീലമാക്കിയാൽ അതേ മറ്റാർക്കും നേരിടാത്ത ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആകയാൽ എൻ്റെ ദൈവമേ, യൂദാ അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതുപോലെ നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ, നിൻ്റെ ഹൃദയത്തിന് വേദനകളും മുറിപ്പാടുകളും സമ്മാനിക്കുവാൻ എനിക്കിടയാകരുതേ എന്ന പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ജീവിക്കാം. ഒരു നിമിഷം തലകൾ വണക്കി പ്രാർത്ഥിക്കാം.
ഞങ്ങളെ കേൾക്കുന്ന സ്നേഹവാനാകുന്ന ദൈവമേ, സ്വർഗപിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗം ചായിച്ചെഴുന്നള്ളി വന്ന തമ്പുരാൻ, സ്വർഗം ചായിച്ചെഴുന്നള്ളി വന്ന് ആണിപ്പാടുള്ള വലത് കരം കൊണ്ട് ഞങ്ങളെ തലോടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപബോധത്തോടെ ജീവിപ്പാൻ, അനുതാപത്തോടെ ജീവിപ്പാൻ, അതേ ദൈവഹിതത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാതാപിതാക്കളോട് ചേർന്ന് നടന്ന് പൂർവീകരിൽ നിന്നുള്ള വിശ്വാസം ഉൾക്കൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ നമ്മുടെ ബാല്യത്തിലും യൗവനത്തിലും അതേ കൗമാരത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വാർദ്ധക്യത്തിലുമൊക്കെ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ അടിയങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് നൽകുന്ന മുന്നറിയിപ്പുകളുണ്ടല്ലോ, അത് ഞങ്ങൾ അവഗണിക്കുവാനിടയാകരുതേ. ഞങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരായി മാത്രം ജീവിക്കാൻ ഇടയാകരുതേ. മറ്റുള്ളവരുടെ നന്മയൊന്ന് കാണുവാൻ ഞങ്ങൾക്കിടയാകണമേ. മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണുന്നവരല്ല, മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് അഭിനന്ദിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ പീഡാനുഭവവാരം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവിസ്മരണീയമായ ദിനങ്ങളായി തീരണമേ. കർത്താവെ, സഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ബാവാതിരുമേനി മുതൽ എല്ലാ മേൽപ്പെട്ടക്കാരെയും സന്നിഹിതരായിരിക്കുന്ന പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും കന്യാസ്ത്രീകളെയും ഷമ്മാശന്മാരെയും സുവിശേഷകരെയും വിശ്വാസികളായ എല്ലാ ജനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഞങ്ങൾക്ക് നല്ല പാഠങ്ങൾ നൽകി നല്ല മാതൃകകൾ നൽകി കടന്നു പോയ എല്ലാ പൂർവികർക്കും ഇമ്പങ്ങളുടെ പറുദീസ കൊടുക്കുകയും അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. കർത്താവെ, പരിശുദ്ധനായ പരിമലത്തിരുമേനയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ധ്യാനിക്കുവാനും തമ്പുരാൻ ഒരുക്കിയ അവസരത്തിനായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങളെന്നും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.